കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. കുസൃതി ചോദ്യമാണ്. വലിയ പാടുള്ളതാണ്, കണ്ടുപിടിക്കാൻ പറ്റുന്നത് എനിക്ക് മാത്രമേ പറ്റുള്ളൂ ഇതൊക്കെ. അവിവാഹിതയായ സ്ത്രീ താഴെ നിൽക്കുന്നുവെന്ന് ഇംഗ്ലീഷിൽ ഒറ്റ വാക്കിൽ എങ്ങനെ പറയും? അവിവാഹിതയായ സ്ത്രീ താഴെ നിൽക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയാം. എങ്ങനെ പറയും? പാവുണ്ട് തന്നെയാണ്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ പറയും? ഭയങ്കര കൂടിയ ക്വസ്റ്റ്യൻ ആണ്, അവർക്കാർക്കും അറിയില്ല. ഞാൻ മാത്രമായിട്ട് ചോദ്യങ്ങളിൽ അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് മനസ്സിലായി. ഇത് ആലോചിച്ച് വെച്ചേക്കണം, മറക്കാൻ പാടില്ല. മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ഈ ഉത്തരം കേട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ആയി. ബട്ട് കൊള്ളാം കേട്ടോ, നല്ല ചോദ്യം. അതാണ് ഇത്ര ഇതിന് വേണ്ടി, കാർത്തിക്കിന് വേണ്ടി ഞാൻ ഇരുന്ന് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻസ് ആണ്. കണക്കുമായിട്ട് ബന്ധപ്പെട്ടതാണോ? പക്ഷെ ഇത് എന്റെ കണക്കായതുകൊണ്ട് അറിയാമെന്നറിയാം. ഒരു കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. അതെന്തുകൊണ്ടാ? കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആയിരിക്കത്തില്ല. എന്തുകൊണ്ടാ? മിക്കവാറൊക്കെ കൂടെ പറഞ്ഞു കഴിയുമ്പോൾ തല്ലും എന്നാണ് തോന്നുന്നത്. ഒരിക്കലും ഹാപ്പി ആയിരിക്കത്തില്ല കണക്ക് പുസ്തകം. അതിൽ ഫുൾ പ്രോബ്ലംസ് അല്ലേ? കണക്കിൽ പ്രോബ്ലംസ് ഉണ്ടോ? ചോദ്യങ്ങളോടൊന്നും വലിയ ജനറൽ നോളജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചാൽ ആ സാധനം എനിക്കറിയണമല്ലോ. ഇനി എളുപ്പം പറയാൻ പറ്റുമായിരിക്കും. എനിക്ക് തോന്നല്ല കേട്ടോ. ഞാൻ ഈ കുസൃതി ചോദ്യങ്ങളൊക്കെ ഇതുപോലെ ഇന്റർവ്യൂ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്നിങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ ആ ഇന്റർവ്യൂസിലും കാണാൻ സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഉണ്ട്, അതുകൊണ്ട് അവരെ കാണാൻ സാധ്യത. കൊള്ളാം കേട്ടോ, രണ്ട് ചോദ്യങ്ങളും വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. 3 ഭർത്താക്കന്മാരുള്ള ഒരു സംഖ്യ. 3 ഭർത്താക്കന്മാരുള്ള ഒരു സംഖ്യ. ഒരു ക്ലൂ തരാം. മലയാളത്തിൽ പറയുമ്പോഴാണ് ആ സംഖ്യ കിട്ടുന്നത്. പക്ഷെ 3 ഭർത്താക്കന്മാരേ ഉള്ള ഒരു സംഖ്യ. എനിക്ക് ട്രൈ ചെയ്യാൻ പോലും പറ്റണില്ല. മലയാളത്തിൽ പറഞ്ഞു നോക്കിയാൽ മതി സംഖ്യകൾ. മലയാളത്തിൽ 1 2 3 4 എത്ര 10-നകത്താ? അങ്ങനെയൊന്നുമില്ല, ആ ഇത് വരും. ഭർത്താവ് എന്നുള്ളതിന് വേറെ പറയൂലേ? ഭർത്താവെന്ന് തന്നെ അല്ലാതെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹസ്ബൻഡ് എന്ന് പറയും, അത് ഇംഗ്ലീഷിൽ. നെക്സ്റ്റ് വേറെ ഭർത്താവ് എന്നുള്ളതിന് വല്ലാത്ത ചോദ്യങ്ങളാണല്ലോ. എനിക്ക് അറിഞ്ഞൂടെ. 13 ഭർത്താവ്. മനസ്സിലായി. പതി സംസ്കൃതം വാക്കാണെന്ന് തോന്നട്ടോ. സംസ്കൃതമാണെങ്കിലും ഭർത്താവ് എന്ന് പറയുമല്ലോ. പിന്നെ ഇനി ഞാന് കുറച്ച് വാക്കുകൾ പറയാം. അപ്പൊ എന്താണ് മൈൻഡിൽ പെട്ടെന്ന് വരുന്നതെന്നുള്ള ഒരു സംഭവം. അമ്മ, ഹോൾ വേൾഡ്. സ്നേഹം എന്ന് പറഞ്ഞാലും അമ്മ. ഓക്കെ, എല്ലാം അമ്മയാണ്. പ്രണയം. പ്രണയം ഇല്ല എന്നുള്ളത് എന്തായിരുന്നാലും വിശ്വസിക്കില്ല. അല്ല, ഇല്ല. ഇതുവരെ ഒരു അപ്രോച്ച് പ്രണയം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഡ്രോപ്പായി. ഡ്രോപ്പായി. അതെപ്പോഴായിരുന്നു പ്രണയം? അത് ഈ വർഷം തന്നെ. എല്ലാം ഈ വർഷം തന്നെ പോയി. ഈ വർഷം എനിക്ക് നല്ല സമയമാണ്. പിന്നെ അപ്പം പ്രണയിനി കാണുന്നുണ്ടെങ്കിൽ അയ്യോ വേണമെന്നുണ്ടെങ്കിൽ പറയാം. വരണമെങ്കിൽ ഇല്ലല്ലോ, ഒന്നുമില്ല. ആ ടോപ്പിക്കേ വിട്ടു. പ്രണയിനിയും കൂടെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ താങ്ങൂല. അല്ല, അതെന്നൊക്കെയാണ് നമ്മൾ പാഠം പഠിക്കുന്നതാണ്. ഞാനൊരു 3-4 പാഠം പഠിച്ചു. ദേഷ്യം ഞാൻ തന്നെയാണ്. നല്ല ദേഷ്യമുള്ള ആളാണ്. ഭയങ്കര ദേഷ്യമാണ്. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഇതൊരു പുതിയ അറിവായിരിക്കും എനിക്ക് തോന്നുന്നു വ്യൂവേഴ്സിന്. കാരണം എല്ലാരും കാണുന്നതെന്ന് പറഞ്ഞാൽ അല്ല, എന്റെ കമന്റ്സിന്റെ റിപ്ലൈ ഒക്കെ ഉള്ള സമയത്ത് ആൾക്കാർക്ക് അറിയാം. ചിലപ്പം വളരെ എന്റെ അപ്പോഴത്തെ ഇതുപോലെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് അറിയത്തില്ല. ഞാൻ ഒരുപാട് ശ്രമിക്കുന്നതാണ്, പക്ഷേ എന്തോ കാരണം ഒരുപാട് കാര്യങ്ങൾ തലയിലെടുത്തിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ സാധനത്തിന് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ ഭയങ്കര ഇതായിട്ട് പറ്റും. ഞാൻ അന്ന് തന്നെ ചീത്ത വിളിച്ചില്ലേ. ചിലര് വളരെ അല്ല, ചിലർ അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടെ യുക്തിപരമായിട്ട് അതിന് ഇത് ചെയ്യണം. പക്ഷെ എനിക്ക് ആ യുക്തിപരത്തിലോട്ട് എത്താനുള്ള ഒരു ഇത് കിട്ടാത്തതും പറയുന്ന പോലെ ആ ഒരു സാധനം എനിക്ക് പറ്റിയില്ല. അത് കൊണ്ട് അങ്ങനെയാണ്. വിശപ്പ്
വിശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് പറയേണ്ടത്. അതെ, എന്താണ് വിശപ്പെന്ന് പറയുമ്പോഴത്തേക്കും കാർത്തിക്കിന്? ഞാൻ പണ്ട് തമിഴ്നാട്ടിൽ മേളത്തിന് പോയിരുന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ട് ഈ ചെണ്ടമേളത്തിനൊക്കെ പോകുമായിരുന്നു. അന്ന് ഈ വിശപ്പ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു വലിയ ഫുഡില്ലാതെ എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആ ഒരു 4-5 മണിക്കൂർ ചെണ്ടമേള അറിയാം. കൊട്ടാൻ മാത്രം പറയല്ലോ, മറ്റേ മേള പ്രമാണി എന്നല്ല, മേളത്തിന് പോവായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കൊട്ടിയാലും പ്രശ്നമില്ല, താളം ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഇല്ലാത്ത പ്രോബ്ലം വരില്ല. ഞങ്ങൾക്ക് അറിയില്ല ഇതിനെ പറ്റി ഒന്നും. പിന്നെ അമ്മയെ പറ്റി എന്താ കാർത്തിക്കിന്? എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. ഇത്രയും ക്വസ്റ്റ്യൻ കഷ്ടപ്പെടുന്നത്. അമ്മയെ പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും ഇപ്പം ഞാൻ പൂർണ്ണമായിട്ടും തെറ്റ് ചെയ്യണ ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് നേരെ തിരിയും. അതായത് നീ തെറ്റുകാരനാണ് എന്ന് പറയും. അതേസമയം എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കണം അമ്മ മാത്രമാണ്. വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും. അതായത് ആ മക്കളെ എന്തുണ്ടെങ്കിലും അത് എന്നെ, കാരണം ഞാൻ +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഒരുപാട് അലമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ആ സമയത്തൊന്നും എൻ്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല. അതായത് ആ സ്കൂളിൽ ചെറിയ പയ്യന്മാർ നോട്ടിയല്ല, ഇപ്പം ടീച്ചർമാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ടീച്ചേഴ്സിന്റെ അടുത്ത് പറയോ? ഞാൻ പറയാം. കാരണം ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ ഒരു ടീച്ചർ ഒരു പുസ്തകം എടുത്ത് തന്നിട്ട്, ഞാൻ ക്ലാസ്സിൽ നിന്ന് ചിരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പുസ്തകം കൊണ്ടുവന്ന് ഇങ്ങനെ തന്നിട്ട് പറഞ്ഞ് ഇത് ഇംഗ്ലീഷാണ് നമുക്ക്, അത് നീ എടുത്ത് മലയാളത്തിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ +1 +2 പഠിക്കുന്ന സമയം ടീച്ചർ വിചാരിച്ച് ഞാൻ മലയാളം മീഡിയത്തിൽ നിന്ന് വന്നു. എന്നിട്ട് ടീച്ചർ എന്നെ ഊതാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് അത് വായിച്ചിട്ട് ഞാൻ മലയാളത്തിൽ മീൻസ് ഇംഗ്ലീഷിൽ ആ സാധനം മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിന് ടീച്ചറിന് ഭയങ്കരമായിട്ട് പ്രശ്നമായി. അങ്ങനെ ടീച്ചർ എനിക്കെതിരെ സ്കൂളിൽ ഇതൊക്കെ ആയ സമയത്ത് അമ്മയാണ് എൻ്റെ കൂടെ നിന്ന് സംസാരിക്കുകയും ഒക്കെ. അന്ന് അമ്മേൻ്റെ ഒരു സ്ട്രോങ് ആയിട്ട്. അതിനുശേഷം ഭയങ്കര ഇതാണ്. എൻ്റെ ലൈഫിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്ളോഗിൽ വരുന്നതിന് മുമ്പൊക്കെ തന്നെ. കാരണം ഒരു സിംഗിൾ പാരൻ്റ് ആയിട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് സൊസൈറ്റിയിൽ നിന്ന് എത്രത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അതെല്ലാം വന്ന സമയത്ത് എൻ്റെ അമ്മ തളർന്നിട്ടില്ല, അമ്മയാണ് എനിക്ക് ധൈര്യം തന്നിട്ടുള്ളത് ആ സമയത്ത്. അതായത് ഇപ്പം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയാണ്, എടാ സാരമില്ല നീ ഇത് ചെയ്യ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്നും വലുതായിട്ട് വേറെ ആരുടെയും വേറെ ഒരു ഭാഗം വേണം. കാരണം എൻ്റെ അമ്മ പറയണം, അമ്മ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തോട്ടാ എന്ന് വെച്ചാൽ നീ പോയി ചെയ്യ്, അമ്മയ്ക്കൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്ക് അത് മതി. അതിപ്പോൾ എന്താണെങ്കിലും അമ്മയുടെ ആ ഒരു വാക്ക്, അല്ലാതെ വേറെ ഒരു ഇത് ഞാൻ നോക്കണില്ല. സിസ്റ്റർ എങ്ങനെയാണ്? സിസ്റ്റർ എൻ്റെ വ്ളോഗ്സ് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പം എന്റെ വ്ളോഗ് എന്റർടൈൻ ചെയ്യുന്ന ഒരാളല്ല എൻ്റെ അനിയത്തി. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ എനിക്ക് നിന്റെ വ്ളോഗ്സ് ഒന്നും ഇഷ്ടമല്ല. അവൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ മൃണാൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വ്ളോഗ്സ്. ഞാനും പുള്ളി തമ്മിൽ പോട്ടിയാണ്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ അനിയത്തിക്ക് ഏറ്റവും ഇഷ്ടം മൃണാളിന്റെ വ്ളോഗ്സ് കാണാനാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയും, എടാ മൃണാളിന്റെ വ്ളോഗ് കാണുമ്പോൾ ഇനി കഴിക്കാനായിട്ട് നമുക്ക് തോന്നാറുണ്ട്, അല്ലെങ്കിൽ അവള് ചോറ് കഴിക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് കണ്ടിരുന്ന് കഴിക്കും. അങ്ങനെയാണ്. അപ്പം അതിന് പ്രശ്നം പ്രോബ്ലംസ് ഒന്നും ഉള്ള ഒരാളല്ല. നമ്മളെ ട്രാക്ക് വേറെയാണ്. നമ്മളിപ്പം ആളെ ഇൻസ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റ് ഒരാളുടെ ഫോർമാറ്റ് ഇത് ചെയ്തല്ലല്ലോ പോണത്. നമുക്ക് നമ്മുടെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അനിയത്തി ഇപ്പൊ എന്ത് ചെയ്യാണ്? അവളിപ്പം എൻട്രൻസ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. കാർത്തിക്കിന്റെ ഇപ്പൊ മിക്കവർക്കും അറിയാത്തൊരു സംഭവമായിരിക്കും, എന്താണ് കാർത്തിക് എഡ്യൂക്കേഷൻ കാര്യങ്ങള്? ഞാൻ BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ MBA പോയി, ഞാൻ എന്തിനാ ഡ്രോപ്പ് ചെയ്തായിരുന്നു. അത് കാരണം ഞാൻ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആയിട്ട് ചെയ്തിട്ട് ഒന്നും നടക്കാതെ, മീൻസ് പഠനവും ഇല്ല ഇതും ഒന്നും ഫുള്ളൊരു അവിയിൽ വരുമായിരുന്നു ആ സമയത്ത്. പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ വ്ളോഗ് തന്നെ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. നമുക്കൊരു ചെറിയ കളിയും കൂടെ ഉണ്ട്. കള്ളനും പോലീസും. കള്ളനും പോലീസൊക്കെ ചെറിയ കളികളാണ്, വലിയ വലിയ കളികളാണ്. ഇതില് കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അതിപ്പോ ഞാൻ എടുക്കും, ഞാൻ ഇപ്പൊ ഒരെണ്ണം എടുക്കും, എന്നിട്ട് ഞാനത് കാണിക്കും. അത് കാർത്തിക് അഭിനയിച്ച് കാണിക്കണം. മീൻസ് എനിക്ക് അഭിനയം മീൻസ് അതെനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ പറ്റുമോ ആ രീതിയിലൊന്ന് കാണിക്കുക. എനിക്ക് മനസ്സിലാവുന്നുള്ള അറിയില്ല. ഇവിടെ ഉള്ള പിള്ളേരെല്ലാരും കൂടെ സെറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. സിനിമ പേരുകളല്ലോ. സിനിമ പേര് കാണും, ഡയലോഗ് കാണും, പറയാൻ പറ്റില്ല. ട്രൈ ചെയ്യാൻ എന്തായിരുന്നാലും. ഓക്കെ, തിരിച്ചേക്കൂ. ഇങ്ങോട്ടിരുന്ന കണ്ടൂടല്ലോ, അങ്ങോട്ടാണ്. അല്ല, നീ എന്നിട്ട് അതിന്റെ അകത്തോട്ട് നോക്കിയാണ്. ഏതിന്റെ അകത്തൂടെ? ജസ്റ്റ് ഇങ്ങനെ നോക്കി, ലൈറ്റിന്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കി.
എന്തിനാ എന്നിട്ട് ഞാൻ പറയാനായിട്ട് അല്ലാതെ എനിക്ക് വേറെ നോക്ക് പറ്റുമോ എന്നുള്ളത് നോക്കിത്. പറയാൻ പാടില്ല. പറയാൻ പാടില്ല. ഇല്ല, പാടില്ല. ഉള്ളി ആക്ഷൻ. കോണ്. മണി അല്ലേ, സർക്കിൾ. കോണ്. കോണോക്കെ. ആ, ഓക്കെ. ഞാൻ വെച്ചെന്നു. പാട്ട്. ആ ആ, ഗ്രാമഫോൺ. ആ അതെ, ഗ്രാമഫോൺ ആണോ? ഗ്രാമഫോൺ. ഓ, താങ്ക് യു. എനിക്ക് അറിയായിരുന്നു കേട്ടോ. എനിക്കറിയാം. അല്ല, ഈ സംഭവം ഇതൊന്നും എഴുതിയ ഞാനല്ല. ഈ പണി എനിക്ക് തന്നവർക്ക് ഞാൻ കാണുന്നതായിരിക്കും ഇതിന് ശേഷം. ഇനി സ്വന്തമായിട്ട് എടുത്തോ. ഇതെനിക്ക് വായിക്കാൻ പറ്റുന്നു. ഇതും അതുപോലെ തന്നെ, നേരത്തെ പോലെ തിരിക്കണം. അതിന് എനിക്കിത് വായിക്കാൻ പറ്റുന്നുണ്ട്. വായിക്കാൻ പറ്റുന്നുണ്ടോ? എന്താണെന്ന് തലയണ, ഉറക്കം, സ്വപ്നം, ക്യാമറ, ബെല്ലടിക്കുന്നു, കിളി, കിളിക്കൂട്, സിനിമ പേര് സ്വപ്നക്കൂട്. സ്വപ്നക്കൂട് കറക്റ്റ്. ഇത്ര ഈസിയാണ്. ഞാൻ ഈസി ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ചെയ്തല്ല. അതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട്. കാരണം ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് ഇവര് തന്നെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്തതാണ്. തിരിക്കണോ? വേണ്ട. പ്രണയം, ലവ്. മലയാളം എന്താ? സ്നേഹം, ഇഷ്ടം. ഇഷ്ടം. താങ്ക് യു. ഞാൻ ഇനി എടുത്തോ. രണ്ടെണ്ണം എഴുതിയിട്ടു. ബുദ്ധിയുള്ള കുട്ടികള്. അയ്യോ, കിളി, ചുണ്ട്, കിളിച്ചുണ്ടൻ മാമ്പഴം. അതാ കണ്ട, ഈസി. ഇതായത് ഇതിനാണോ പേടിച്ച? ഞാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ തരാറുള്ളൂ. പാടുള്ള എന്തായാലും നേരത്തെ ക്വസ്റ്റ്യൻസ് ഇച്ചിരി പാടായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാടല്ലാതെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചോദ്യം. ഞാൻ ഇന്നേ വരെ ഒരു ഇന്റർവ്യൂ കേട്ടിട്ടില്ല സത്യമായിട്ടും. കണ്ടുപിടിക്കുന്നത് അത് വരും ഇങ്ങനെ. ജനറൽ നോളജ് വരില്ല. അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട്. അതാണ് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ പോലും ചിലപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ വക സാധനങ്ങളൊക്കെ എനിക്ക് വരും കുസൃതി ചോദ്യങ്ങൾ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഈ ഇതിലേക്ക് വന്നിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ വന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആദ്യത്തെ ഓണമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലുമല്ല, രണ്ടാമത്തെ മൂന്നാമത്തെ ഓണമാണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ ഈ ഇഷ്യൂന്റെ ഇടയ്ക്കുള്ള ഒരു ആദ്യത്തെ ഓണം ആയിരിക്കുമല്ലോ എന്തായിരുന്നു. പിന്നെ കുഴപ്പമില്ല. അപ്പം എങ്ങനെയാണ് ഓണം? ഞാൻ എന്റെ തകർക്കപ്പെട്ട കാറല്ലേ അതിനെ തിരിച്ചു കൊണ്ടുവരും, മനസ്സിലായോ? എന്നിട്ട് ഈ സൈഡിൽ ഇവിടെ നിങ്ങൾ കെട്ടി തൂക്കുകയാണെങ്കിൽ പൂക്കളൊക്കെ വെച്ച് ചെയ്ത് ആ കാറിലായിരിക്കും ഞാൻ എൻ്റെ ഓണം ആഘോഷിക്കും. ഈ വർഷം ഞാൻ എന്തായാലും ഓണം ആഘോഷിക്കും. എൻ്റെ കാറ് തിരിച്ചിറക്കി കൊണ്ടുവന്ന് ഉറപ്പായിട്ട് ഓണത്തിന് എന്നെ എന്തായാലും ഈ പറഞ്ഞവർക്ക് മുമ്പില് പറഞ്ഞവര് സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ കാറ് തല്ലി തീർത്തു, എന്റെ ക്യാമറ അടിച്ചു കൊണ്ടുപോയി. പക്ഷെ ഇത് രണ്ടും കൊണ്ട് എന്നെ ഒരിക്കലും ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടില്ല. അങ്ങനെയാണ് എന്നെ കൊന്നു കളയണം, അത്രയല്ലേ പറ്റുള്ളൂ. അപ്പം ഇവര് ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഞാൻ സീറോ എന്ന് തുടങ്ങിയ ഒരാളാണ്. ഞാൻ ഇനി എന്തൊക്കെ പോലെ ഒന്നും ഞാൻ തിരിച്ച് സീറോയിൽ ചെന്ന് നിൽക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് സീറോ ഒന്ന് പിന്നെ തുടങ്ങാൻ അറിയാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് അത് ചെയ്യും. എൻ്റെ ഓണാഘോഷം എന്ന് വെച്ചാൽ കാർ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ കാർ വർക്ക്ഷോപ്പിലാണ്, അതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഓണത്തിന് മുമ്പ് തന്നെ ഞാൻ അവനെ കൊണ്ടുവരും. നല്ലൊരു കാറ് വരണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ആയിരിക്കും ഉറപ്പായിട്ടും. അതെ അതെ, ആണ്, അങ്ങനെയാണ്. കാർത്തിക്കിന്റെ എന്താ പറയാ ഇനിയുള്ള ജേർണിയില് ഫുൾ സപ്പോർട്ടായിട്ട് എനിക്ക് തോന്നുന്നു ഫാമിലിയും ഉണ്ട്, കാർത്തിക്കിന്റെ വ്യൂവേഴ്സും ഉണ്ട്. ഞങ്ങൾ ഉറപ്പായിട്ടും കാണും കാർത്തിക്കിന്റെ. അപ്പോ ഹാപ്പി ആയിട്ട് പോവാ. എനിക്ക് തോന്നുന്നു ഇനി കൂടുതലായിട്ടുള്ള വ്ളോഗും കാര്യങ്ങളും ഉറപ്പായിട്ടും കൊണ്ടുവരണം. കാരണം ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടുതലായിട്ട് കാർത്തികിനെ കാണുന്നവരാണ്. അപ്പം ഇപ്പൊ ഒരു ചെറിയൊരു ഡള്ളുള്ളത് പോലെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മാറി അത് ഇത്തിരി ടൈം എടുക്കും. കാരണം വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയട്ടോ, ആപ്പി ഫിസിന്റെ
പഴയൊരു വെള്ള ക്യാൻ അറിയാമോ? ഹാപ്പി ഫിസിന് ഒരു വെള്ള ക്യാനിൽ ഒരു ഡ്രിങ്ക് കൊടുക്കുമായിരുന്നു. ആ ക്യാനിൽ ഒരുപാട് പ്രിന്റിങ്സ് ഉണ്ട്. ഓക്കെ, എന്നെ ഇൻസ്പയർ ചെയ്തത് ആ ക്യാനിലുള്ള ഒരൊറ്റ ഡയലോഗാണ്. ഈഫൽ ടവറിന്റെ പടം കൊടുത്തിട്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഗുഡ് തിങ്സ് ടേക്ക് ടൈം എന്ന് പറയും. മനസ്സിലായോ? അത്രേ ഉള്ളൂ, ഗുഡ് തിങ്സ് ടേക്ക് ടൈം. അതായത് ലോകത്തിലെ 7 അത്ഭുതങ്ങളും ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. അതാ പറഞ്ഞ ടൈം എടുത്തിരുന്നാലും ഡെസ്പായിട്ടുള്ള എനിക്കൊരു ഡെസ്പായിട്ടുള്ള കാർത്തികിനെ കാണുന്നതിനെക്കാട്ടി ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം നല്ല നേരത്തെ പോലെ എനർജറ്റിക് ആയിട്ടുള്ള കാർത്തിക് കാണുന്ന. ആ കാർത്തിക് എന്തായാലും തിരിച്ചു. കാരണം എന്തായാലും ഞാൻ ഡെസ്പായിട്ടുള്ള കാർത്തികിനെ ഒരിക്കലും ഇനി വ്ളോഗ്സിലൂടെ കാണിക്കത്തില്ല. എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് എനിക്കത് ഓപ്പൺ അപ്പ് ആവാൻ എന്നെ കൊണ്ടുവന്ന കമ്മ്യൂണിറ്റിയോട് മാത്രമേ എനിക്കത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ എവിടെയാണോ താഴേക്ക് പോകുന്ന അവിടെ ആയിരിക്കും നമുക്ക് മുകളിൽ ഒരാള് മുകളിലേക്ക്. അതായത് ഈ വീണിടുന്ന സമയത്ത് എന്നെ കുത്താനായിട്ട് നടന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടവും ഫിനാൻഷ്യൽ എന്തെങ്കിലുമൊക്കെ, ഇപ്പം കറണ്ട് ബില്ല് അടയ്ക്കാനോ വാട്ടർ ബില്ല് അടയ്ക്കാനോ അവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. പക്ഷേ ഞാൻ ഇനി ഒരു കാര്യം പറയാം. തകർന്നു കിടന്ന കഥയാണല്ലോ ഇപ്പം എല്ലാവരും കണ്ടത്. തിരിച്ചു വരേണ്ട ഒരു കഥയും കൂടെ ഉണ്ട്. അവിടെ ഈ പറഞ്ഞ എനർജറ്റിക് ആയിട്ടുള്ള കാര്യത്തിൽ ഞാൻ എന്തായാലും അതിനായിട്ടാണ് വിജയ് പറഞ്ഞ വെയിറ്റിംഗ്. വെയിറ്റിംഗ് അല്ല, വരും. ഇത് എന്താ പറയുക, എൻ്റെ നിയർ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ പറഞ്ഞ ആ ഒരു നല്ല ടൈം നടക്കും, അത് ഞാൻ ഉറപ്പ് പറയാണ്. കാർത്തികിന് എന്താണ് പ്രേക്ഷകരെടുത്ത് ഇത് തന്നെയാണ് ഞാൻ തിരിച്ചു വരും എന്നുള്ള ഒരു എൻ്റെ ഒരു കേസിൽ ഓഫ് കോഴ്സ് എനിക്ക് തിരിച്ചു വന്നല്ലേ പറ്റൂ. കാരണം നിങ്ങൾ എൻ്റെ അടുത്ത് കാണിച്ച സ്നേഹമാണല്ലോ സബ്സ്ക്രിപ്ഷനും ഈ പറഞ്ഞ പോലെ ഞാനെന്ന് പറയുന്ന വ്യക്തിയും. അല്ലെങ്കിൽ എവിടെ കിടന്നൊരു കാർത്തിക് ട്രിവ്യൻ ഫുഡി എന്നുള്ള രീതിയിൽ അറിയത്തില്ലല്ലോ. അപ്പം നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചൊരു കഥയാണ് എൻ്റെ ലൈഫ്. അപ്പം ഈ കഥ കണ്ടിന്യൂ എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ലേ. സോ ഈ കഥയ്ക്ക് നല്ലൊരു എൻഡിങ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. എല്ലാവരും കൂടെ ഉണ്ടാവണം. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഓണത്തിന് ഒരു വിഷ് പറയാനായിട്ട് യോഗനാഥൻ ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ശരി.